നമസ്കാരം. ക്ലോസ് ആൻഡ് കൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം. പി സി ജോർജാണ് ക്ലോസ് ആൻഡ് കൗണ്ടറിൽ ഈ ആഴ്ച. എന്തുദ്ദേശിച്ചാണ് ഇപ്പോൾ രാജി? എന്തുദ്ദേശിച്ചാൽ ശരി ഉദ്ദേശിച്ച് രാജി. കാരണം സ്പീക്കറുടെ അടുത്ത് കേസ് നിൽക്കുക. ഏത് നിയമം നോക്കിയാലും സ്പീക്കറിലുള്ള പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ കഴിയില്ല. ഈ ഡിസ്ക്വാളിഫിക്കേഷൻ കാലുമാറ്റം സംബന്ധിച്ച് 10th ഷെഡ്യൂളിലാണ് പറഞ്ഞത്. റൂൾസ് 8(3), 7, 6 ഒക്കെ ഉണ്ട്. അത് നോക്കിയാൽ ഒന്നുകിൽ ഞാൻ നിയമസഭയ്ക്കകത്ത് വിപ്പ് ലംഘിക്കണം, ഇല്ലെങ്കിൽ നിയമസഭയ്ക്കകത്തെ പ്രവർത്തനത്തിലൂടെ ഞാൻ മറുഭാഗത്ത് പോയി എന്ന് ആ പാർട്ടി വിട്ടതായിട്ട് തെളിയിക്കണം. ഈ രണ്ട് കാര്യവും തെളിയിക്കാൻ ആർക്കും കഴിയില്ല. കാരണം കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ, ജൂലൈ മാസം അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഡിവിഷൻ ചോദിച്ചു, വോട്ട് ചോദിച്ചപ്പോൾ ഞാൻ 4 വോട്ട് UDF അനുകൂലമായി ഇടതുപക്ഷ മുന്നണിക്കെതിരായി വോട്ട് ചെയ്തു. എന്ന് മാത്രമല്ല, വളരെ ശക്തമായി ബഡ്ജറ്റ് പാസ്സാക്കുന്ന ശബ്ദ വോട്ടായിരുന്നു. പ്രതിപക്ഷം ബഹിഷ്കരിച്ചുകൊണ്ട് വോട്ടിങ് നടന്നില്ല. ശബ്ദ വോട്ടോടുകൂടി ഞാൻ സഭയിലിരിക്കുമ്പോൾ ശബ്ദ വോട്ടോടുകൂടി ഈ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള അപ്രോപ്രിയേഷനും ഫൈനാൻസ് ബില്ലും ഒക്കെ പാസ്സാക്കി. ഇത് പാസ്സാക്കിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് എതിർക്കാൻ UDFൻ്റെ നയം എതിർക്കാൻ, UDFൻ്റെ എതിർപ്പ് രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് ഡിവിഷൻ ചോദിക്കാം. ഒരംഗം മതി ഡിവിഷൻ ചോദിക്കാൻ. എൻ്റെ എതിർപ്പ് രേഖപ്പെടുത്തി ഇല്ല. ശബ്ദ വോട്ടോടെ UDFന് അനുകൂലമായി നിന്നു. അത് എൻ്റെ ബാധ്യത, ഭരണഘടനാ ബാധ്യതയാണ്. രാഷ്ട്രീയ മാന്യതയുടെ പ്രശ്നമുണ്ട്. 5 കൊല്ലത്തേക്ക് പൂഞ്ഞാറിലെ ജനങ്ങൾ എന്നോട് UDFനോടൊപ്പം നിൽക്കാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് എന്നെ വോട്ട് ചെയ്തത്. ആ നിലയ്ക്ക് ഇപ്പോൾ ലാസ്റ്റ് നിയമസഭാ സമ്മേളനത്തിൽ വരെ ഞാൻ അത് ചെയ്തിരിക്കുക. പിന്നെ എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത്? ഒരു കാരണവശാലും നിയമസഭയ്ക്കകത്ത് ഞാൻ UDF വിട്ടതായി അല്ലെങ്കിൽ KM മാണിയുടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതായി പറഞ്ഞിട്ടില്ല. അതും ഞാൻ തർക്കം നടക്കുകയാണ്. ഞാൻ കോവാറിൻ്റെ പെറ്റീഷൻ ഹൈക്കോടതിക്ക് കൊടുത്തു. കാരണം മാണി പറഞ്ഞിരിക്കുക, മാണി ചെയർമാൻ എന്ന നിലയിൽ എന്നെ പുറത്താക്കിയെന്ന് പത്രത്തിലൂടെ കണ്ടു. ഇതുവരെ എനിക്ക് കത്തില്ല. രാഷ്ട്രീയമായി KM മാണിയുടെ മുന്നിൽ ഒരിക്കൽ കൂടി അടിതെറ്റി എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്? ആദ്യം വൈസ് ചെയർമാൻഷിപ്പ്, അത് കഴിഞ്ഞതിന് ശേഷം ചീഫ് വിപ്പ് സ്ഥാനം, ഇപ്പോൾ MLA സ്ഥാനം കൂടി KM മാണിയുടെ ആഗ്രഹപ്രകാരം PC ജോർജിന് കൊടുക്കാം. നല്ലതല്ലേ? വയസ്സിൻ്റെ ഒരു ആഗ്രഹം സാധിക്കട്ടെ, അതുകൊണ്ടും കൊടുക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാണിക്ക് മനസ്സിലാവും ജനം എവിടാണ്. നികേഷ്, അതിൻ്റെ സത്യം എന്താ? ഞാൻ മാണി ഗ്രൂപ്പിൽ ലയിച്ചത് എന്തുകൊണ്ടാണ്? 2010 ഞാൻ മാണി ഗ്രൂപ്പിൽ ലയിക്കുന്നത്. അതിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ PP തങ്കച്ചനും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇവരെ 4 പേരും കൂടെ ഉത്തരവാദിത്വം വഹിച്ച് മാണിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെ തന്ന് എന്നെ പാർട്ടി ലയിപ്പിച്ചു. ഞാൻ 100% ആത്മാർത്ഥത ആ പാർട്ടിയോട് കാണിച്ചിട്ടുണ്ട്. മാണി രാജിവെക്കണമെന്ന് ഞാൻ പറഞ്ഞു. മാണി ആവശ്യപ്പെട്ടിട്ടാണ് ഈ മാണി രാജിവെക്കണമെന്ന് ഞാൻ പത്രക്കാരോട് പറഞ്ഞു. അല്ല, എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല. മാർച്ച് 21 ഈ കഴിഞ്ഞ മാർച്ച് 21 ഞങ്ങൾ കോട്ടയത്ത് കമ്മിറ്റി കൂടുമ്പോൾ ഞാനും മാണിക്ക് വേണ്ടി വർത്തമാനം പറയാൻ ഞാനേ ഉള്ളൂ. മാണിക്കെതിരാണ് കമ്മിറ്റിക്കകത്ത് ബഹുഭൂരിപക്ഷം ആളുടെയും വികാരം. 22 ഞാൻ മാണി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറഞ്ഞതാണ്. മനസ്സിലായി? പത്രക്കാരിക്കും അങ്ങനെ പറയാൻ പറ്റുമായിരുന്നു. എന്നിട്ടാണ് 23 എന്നെ മുന്നണിയിൽ നിന്ന് മാറ്റണമെന്നും പാർട്ടിയിൽ നിന്ന് ചീഫ് സ്ഥാനം വേണമെന്ന് മാണി കത്ത് കൊടുക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നി. ഒരു വഞ്ചനയല്ലേ നടത്തുന്നത്? അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് ഉത്തരവാദിത്വമില്ലേ? രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? യോജിപ്പിക്കാനുണ്ട മാനദണ്ഡത്തിന് വിരുദ്ധമായ മാണിയുടെ പ്രവർത്തനം നടക്കുമ്പോൾ ഉമ്മൻചാണ്ടി പറയണ്ടേ PC ജോർജിനെ പുറത്താക്കി, PC ജോർജ് പാർട്ടി കൊണ്ട് പോകട്ടെ? പക്ഷേ PC ജോർജ്, ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? താങ്കൾക്ക് ഈ 3 പദവികളും ഒഴിഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് തിരികെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പലരെയും വീഴ്ത്തും, പലരെയും വാഴ്ത്തും. അതിലൊരാളായിരിക്കും താങ്കൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിൽ തന്നെയും നോക്കുക, ഒരു രാഷ്ട്രീയ പിന്തുണ PC ജോർജിനുണ്ടോ? UDF സർക്കാരിലെ പെണ്ണുപിടിക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാനാകില്ല എന്ന് പറഞ്ഞ് ആ മുന്നണിയിൽ നിന്നിറങ്ങി വന്ന് LDFന് പിന്തുണ കൊടുക്കുന്ന ഒരാൾക്ക് LDFിൽ നിന്ന് സാധാരണഗതിയിലൊരു രാഷ്ട്രീയമായ സുരക്ഷിതത്വം ലഭിക്കണം. ആ സുരക്ഷിതത്വം ഇപ്പോൾ ശ്രീ PC ജോർജിന് ലഭിക്കുന്നുണ്ടോ? ഈ രാഷ്ട്രീയത്തിൽ കേട്ടോ, നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ മാറ്റം ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം അതാ. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി, CPM നേതൃത്വ മുന്നണി, ഈ 2 മുന്നണി നിന്നുകൊള്ളണം എന്ന് നിർബന്ധിക്കുന്നത് എന്തിനാ? മുന്നണി കയറണം നിർബന്ധിക്കുന്നത് അധികാര സ്ഥാനത്തുള്ള പ്രമത്തതയും അതിമോഹവുമാണ്
മുന്നണി ചേരണമെന്നും പറഞ്ഞ് ആളുകൾ ചാക്കിടുന്നതിന് അല്ല, ഇത് മുന്നണി ചേരുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയാം. ഇപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരികയാണ്. എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു വിഷയം രാഷ്ട്രീയമായി ഉയർത്താൻ CPM-ഉം LDF-ഉം തയ്യാറാകുന്നുണ്ടോ? PC ജോർജ് അവിടുത്തെ പെണ്ണുപിടിയും അഴിമതിയും എതിർത്ത് ഇങ്ങോട്ട് വന്നയാളാണ് എന്ന ബോധ്യത്തിൽ അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? ഞാൻ പറയാം, തീർച്ചയായിട്ടും അവരെ ഒരു സ്ഥലത്ത് പോലും എനിക്ക് എതിരായി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് CPM-ന് CPI-യുടെ നേതാക്കന്മാർ, നമ്മുടെ NCP-യുടെ നേതാവ് ഉൾപ്പെടെയുള്ളവർ വളരെ മാന്യമായ സമീപനമാണ് ഈ നിമിഷം വരെ എന്നോടും എൻ്റെ പ്രവർത്തനോടും കാണിച്ചിട്ടുള്ളത്. പൂഞ്ഞാർ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു, ഞങ്ങളങ്ങോട്ട് മുന്നണിയിലില്ലല്ലോ, ഞങ്ങളങ്ങോട്ട് ഇത്ര സീറ്റ് കൊടുത്ത് വഴക്കുണ്ടാക്കാൻ ചെന്നില്ലല്ലോ. പക്ഷേ അവർ വിളിക്കുകയായിരുന്നു. അവർ വളരെ മാന്യമായി വിളിച്ച് ഞങ്ങൾക്ക് സീറ്റ് തന്നു. കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ ഈ 2 സ്ഥാനാർത്ഥികൾ പറയാം. ഇവിടെ മാത്രം കണ്ണൂർ, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ തന്നെ സീറ്റ് തന്നു. ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ചതല്ല. കാരണം ഞങ്ങളുടേതായ മേഖലയിൽ അവർ എല്ലാ സ്ഥലത്തും അല്ല, വളരെ മാന്യമായൊരു സമീപനം അവർ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സമീപനം സ്വീകരിച്ച് ആ മുന്നണിയോട് അല്പ സ്നേഹം കാണിക്കാനുള്ള ബാധ്യത ഒരു സെഷൻ മാത്രമേ ഉള്ളൂ. PC ജോർജിന് വേണമെങ്കിൽ ആ സെഷൻ ഇപ്പം KM മാണിയുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിലാണല്ലോ, UDF-ഉമായുള്ളൊരു ഏറ്റുമുട്ടലിലാണല്ലോ. ഈ ഒരു സെഷൻ വേണമെങ്കിൽ PC ജോർജിന് അഭിമുഖീകരിക്കാവുന്നതേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ LDF തരികയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയനും മുന്നിൽ നിന്ന് പറയണം, PC ജോർജ് അവിടുത്തെ അഴിമതിയും മറ്റു കൊള്ളരുതായ്മകളും കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. PC ജോർജിന് ആ നിലയിൽ അവരെന്തുകൊണ്ട് സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല? ഞാൻ അവരുടെ ഇതുവരെ അങ്ങനെ ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഈ കേസ് നടത്തുന്നു. ആ കേസ് ഞാൻ നടത്തുന്നതിന് കാരണം തന്നെ എന്താ, ഈ നിയമത്തിൽ കാലുമാറ്റ നിരോധന നിയമത്തിലുള്ള ആൻറ്റി ഡിഫെക്ഷൻ ബില്ല, അതിലെ അപാകതകളും തെറ്റുകളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അതോടൊപ്പം രാഷ്ട്രീയ രംഗത്തുള്ളവരെയും നിയമ രംഗത്തുള്ളവരെയും ഈ നിയമത്തിൻ്റെ അപാകതകളും ദൂഷ്യവശങ്ങളും ബോധ്യപ്പെടുത്തുക, ആ ഉദ്ദേശത്തോടെ. കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണനുമായി വേദി പങ്കിട്ടിരുന്നു. കോടിയേരിയോട് ചോദിച്ചോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്? ഞാൻ കോടിയേരിയോട് അങ്ങനെ ചോദിക്കുന്നത് മര്യാദയാണോ? ഞാൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ചോദിക്കുന്നത് തെറ്റാണ്. കാരണം അദ്ദേഹത്തിന് മുന്നണിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായി യോജിച്ചാണ് സഹകരിച്ചു പോകുന്ന പാർട്ടികളായി കേരള കോൺഗ്രസ് സെക്യുലറിനെ ഇതിനകം തന്നെ LDF കാണുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് താങ്കളോടൊപ്പം വേദി പങ്കിടുന്നത്. ആ മാന്യത അവർ തന്നിട്ടുണ്ടെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, CPM-ആയിട്ടൊരു ചർച്ച കോടിയേരിയോട് സംസാരിച്ചപ്പോൾ ഞാൻ കാഷ്വലായ ചർച്ചയല്ലാതെ ഒരു ആധികാരികമായി സംസാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഞാൻ രാജിവെക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം രാജി എന്തിനാണ് വെക്കുന്നതെന്ന് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ധാർമ്മികതയില്ലേ, ഞാൻ ഇനി നിയമസഭയിൽ ചെന്നാൽ വോട്ടിങ് നടക്കുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം? വോട്ട് ചെയ്യുന്നെങ്കിൽ 5 കൊല്ലം UDF വോട്ട് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയമായിരിക്കണം. അവിശ്വാസ പ്രമേയം പാസ്സാകാനുള്ള സാധ്യത ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. ആ സാഹചര്യത്തിൽ ഞാൻ നിയമസഭയിൽ ചെന്നാൽ ഒരു സംശയമില്ലാതെ UDF-ന് വോട്ട് ചെയ്യണം. അതൊരു ധാർമ്മികതയാവും. ഞാനത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ MLA സ്ഥാനം രാജിവെക്കണം. എന്തിന് MLA സ്ഥാനം രാജിവെക്കണം എന്നൊരു ചോദ്യം കൂടി അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് പ്രസക്തമാണ്. 29-ാം തീയതി താങ്കളിപ്പോൾ നഖശികാന്തം എതിർക്കുന്ന ആളാണല്ലോ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ശ്രീ KM മാണി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വിജിലൻസ് കോടതി വിധി പറയാനിരിക്കുകയാണ്. 29-ന് വിധി പറയുമോയെന്നറിയില്ല, 29-നേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്നുണ്ടാകും എന്ന നിഗമനത്തിലാണ് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ഒരു മാണിക്ക് അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള വിധി ഉണ്ടാകണം. അത് രാഷ്ട്രീയമായി ഒരുപക്ഷെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെട്ടേക്കാം. 2, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തന്നെ ഒരു വലിയ രാഷ്ട്രീയ ദിശാമാറ്റത്തിൻ്റെ സൂചനയായിട്ടാണല്ലോ നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ കാണുന്നത്. മാത്രമല്ല, ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഇനി ഒരു സിറ്റിംഗ് കൂടി താങ്കളുടെ വിഷയത്തിൽ നടത്താൻ കഴിയൂ. കാരണം VS സുനിൽകുമാർ MLA അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് സിറ്റിംഗ് വരാൻ പോകുന്നുള്ളൂ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത സീൻ ഉള്ളൂ. ഇതുവരെയുള്ള സീൻ അവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സീൻ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സീനിലേക്ക് താങ്കൾ പ്രവേശിക്കുന്നതിന് മുമ്പ്, അതിന് കർട്ടൻ ഉയരുന്നതിന് മുമ്പ് ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചത് മണ്ടത്തരമായി പോയോ? ഇല്ല, മണ്ടത്തരമല്ല, നീതിബോധം ഉള്ള ആളെന്ന നിലയിൽ തന്നെ ചെയ്തതായിട്ട് ജനം കണക്കാക്കും. നികേഷ് മനസ്സിലാകാത്തൊരു കാര്യം, കഴിഞ്ഞ 15-ാം തീയതി 12-ാം തീയതി കമ്മിറ്റി
അത് കഴിഞ്ഞ് 15-ാം തീയതി കമ്മിറ്റി, സാധ്യതയെന്ന് പറഞ്ഞു, 17 പറഞ്ഞു. അതായത് ഞങ്ങൾ ഒരു പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് പോലും നമ്മുടെ ആവശ്യപ്രകാരം ഒരു കമ്മിറ്റി മാറ്റി വെച്ചിട്ടില്ല. സ്പീക്കർക്ക് ഉത്തരവ് കിട്ടിയില്ല. 15-17 ആയത് ഞാൻ വിചാരിച്ചു ഞാൻ അപേക്ഷിച്ചിട്ടല്ല, എൻ്റെ അപേക്ഷ അല്ല, അവരെൻ്റെ അപേക്ഷയാണെന്ന് സ്പീക്കർ പറയുന്നെങ്കിലും വാദിയായ ഉണ്ണിയാടൻ ചീഫ് വിപ്പാണ് കോൺഫറൻസിൽ പോയിരിക്കുക. അയാൾ 16-ാം തീയതി ഉള്ളതുകൊണ്ട് തന്നെ 17-ാം തീയതി വെച്ചത്. മുഖ്യമന്ത്രി അസൗകര്യം അതൊക്കെയാണ്. ഈ 17-ാം തീയതി വെച്ച് കഴിഞ്ഞ് വീണ്ടും 26 പ്രഖ്യാപിക്കുകയല്ലേ, മനസ്സിലാക്കണം. അതിന് ഏകപക്ഷീയമായ പ്രഖ്യാപനം. PC ജോർജിന് വലിയ വിശ്വാസമായിരുന്നു സ്പീക്കർ എൻ ശക്തനിൽ. സ്പീക്കർ മാന്യനാണ്, പക്ഷേ പാർട്ടി തീരുമാനത്തിൽ വഴങ്ങാതിരിക്കാൻ അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയിലെ അദ്ദേഹം കോൺഗ്രസിൻ്റെയും പഴയ മാണിയുമാണ്. അപ്പം മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും തീരുമാനത്തെ വിരുദ്ധമായി ഒരു തീരുമാനം പറയാനുള്ള ഉമ്മൻചാണ്ടിയുടെയും തീരുമാനത്തിനപ്പുറത്തേക്ക് നിയമവശങ്ങൾ പരിശോധിച്ച് ജുഡീഷ്യസ് ആയിട്ടുള്ള തീരുമാനം എടുക്കേണ്ടയാളാണ് സ്പീക്കർ പദവിയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടില്ല? എൻ്റെ അനുഭവം പറയാം, ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞു, എൻ്റെ കേസ് ഡിസ്പോസ് ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞത് എന്താ, PCR ഉയർത്തിയിരിക്കുന്ന ആരോപണം ഗ്രേവ് ക്രൈമാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ അത് അന്വേഷിച്ച് തീരുമാനമെടുക്കുന്നു കരുതുന്നു. അതാണല്ലോ ഹൈക്കോടതി വിധി. ഈ നിമിഷം വരെ ഒരു അന്വേഷണം വെച്ചോ അദ്ദേഹം? എന്തുകൊണ്ട് അന്വേഷണം ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നില്ല? ഞാൻ ഡിവിഷൻ ബെഞ്ചിലോട്ട് പോയാലും അത് കാരണം അതാണ് വളരെ പ്രസക്തിയുള്ള കാര്യം. ഒരു മുഖ്യമന്ത്രി അല്ല ഒരു സ്പീക്കറോട് ഒരു ഭരണഘടനാ സ്ഥാപനം, വേറൊരു ഭരണഘടനാ സ്ഥാപനം കോടതി അങ്ങനെ പറയണമെങ്കിൽ അത്ര ആർജവമുള്ള ജഡ്ജിമാർ വേണം. അത് പറയാൻ ആർജവമുള്ള ജഡ്ജിമാർ കേരളത്തിലുണ്ടെന്നൊരു തോന്നൽ എനിക്കില്ല. ഞാൻ നിയമസഭയിൽ കോടതി ഇടപെടണമെന്നാണ് കഴിഞ്ഞ 10-20-30 കൊല്ലത്തോളം എൻ്റെ അഭിപ്രായം അത്. പക്ഷേ പ്രൊസീജിയർ എറർ ഉണ്ടെങ്കിൽ ഇടപെടാമെന്ന് ഭരണഘടന പറയുന്നുണ്ട്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതിക്ക് ഇടപെടാം. ഇത് പ്രൊസീജിയർ എററാണ്. പക്ഷേ ഒന്ന് ആലോചിക്കണം, ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ടുഡേ ഇട്ട് ആർഗ്യുമെൻ്റ് വന്നപ്പോഴത്തേക്കിന് ഉണ്ണിയാടൻ വക്കീൽ അവിടെ വന്നിരിക്കുക. ആരോട് ചോദിച്ചിട്ട് അയാൾ വന്നത്? ആരും വിളിച്ചോ? പക്ഷേ PC ജോർജ് ഇപ്പോൾ സ്പീക്കർ ശക്തനുമായിട്ടൊക്കെ സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുള്ള ആളാണല്ലോ താങ്കൾ. സ്പീക്കറുടെ നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ച്? അദ്ദേഹത്തിന്റെ മനസ്സറിയാൻ PC ജോർജ് എന്തായാലും ശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എൻ്റെ തീരുമാനം, ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ മനസ്സെന്താണ്? അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയും സുധീരനും KM മാണിയും ഇതേ മാനസിക നിലപാട് തീരുമാനമെടുത്തിരിക്കുമ്പോൾ അതിന് വിരുദ്ധമായി നിയമപ്രകാരം വിധി പറയാൻ സ്പീക്കറിന് ശക്തന് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കാരണം ഇന്നലെ നമ്മുടെ ഉണ്ണിയാടൻ കേസ് തീരാൻ പോവാ, അയാൾ എങ്ങനെ അറിഞ്ഞത്? കേസ് തീരാൻ പോവാണെന്ന് വിധി അടുത്തിരിക്കുക. അപ്പം വിധി എഴുതി വെച്ചിരിക്കുകയാണ് അവര്. അതിൻ്റെ അർത്ഥം അതല്ലേ? ഉണ്ണിയാടനും സ്പീക്കറും നിയമസഭാ സെക്രട്ടറിയും. സംശയം ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും താങ്കളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്ത് കിട്ടാനാണ്? അവരുടെ വാശി, വൈരാഗ്യം, മനസ്സിലായില്ലേ? ഞാനല്ലേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിയമസഭയ്ക്കകത്തൊക്കെ ഇതുപോലെ UDFനെ സംരക്ഷിച്ച ആൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനല്ലേ. ഉമ്മൻചാണ്ടി 3 മാസം കഴിയുമ്പോൾ രാജിവെക്കാൻ ഓടിയവനല്ലേ? ഞാനല്ലേ ആ രാജിയിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചെടുത്തത്? അതൊക്കെ ചെയ്തിട്ടുണ്ട്. നന്ദി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം അറിയാവുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ കുറവാണ്. നികേഷ്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ ചർച്ചയിൽ പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, പ്രത്യേകിച്ച് രാഷ്ട്രീയ നിരീക്ഷകർ. ഒന്ന്, ഉമ്മൻചാണ്ടിയെ ശെൽവരാജ് MLA കൊണ്ടുകൊടുത്തത്. 2, പാമ്പുലം കേസിൽ ആ ജഡ്ജിയെ ഓടിച്ചത്. 2ഉം PC ജോർജ് ആയിരുന്നു. ഇത് 2ഉം ഇല്ലായിരുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് തുടരാനാകുമായിരുന്നില്ല. ഞാൻ തന്നെയാണ് ഈ ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്തുന്നത്, എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ അതിൻ്റെ നന്ദിയോ മര്യാദയോ നീതിബോധമോ ഈ നേതാക്കന്മാർക്കില്ല. നികേഷ്, ഞാൻ തുറന്നു പറയും, എൻ്റെ മുമ്പിലുള്ള പ്രശ്നം എന്താ? ഒരു PC ജോർജ് കുറച്ചുകൂടെ സത്യസന്ധമായി പറയണം. ഞാൻ ഈരാറ്റുപേട്ട വരെ വന്നതാണ്. ഈ വിജിലൻസ് ജഡ്ജിയെ ഓടിക്കാനുള്ള ഒരു തീരുമാനം നിങ്ങൾ രാഷ്ട്രീയമായി എടുത്തതാണ്? അല്ല, എന്നെ വിശ്വസിച്ചു അല്ല. ഞാൻ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ജഡ്ജസ്മാരെല്ലാം കൂടി ചേർന്നുള്ള ഒരു പാർട്ടിക്കകത്ത് വെച്ച് ജഡ്ജിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ജുഡീഷ്യൽ ഓഫീസേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ഉൾപ്പെടെ TV വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 3 മാസമുണ്ട്, അത് കഴിയുമ്പം ഇറങ്ങിക്കോളുന്ന ഒരു കമൻറ്റ് വന്നു ഈ ജുഡീഷ്യൽ ഓഫീസർ ഹരീഫാടെ വായിരുന്നു. അപ്പോൾ അത് അടുത്തിരുന്ന ആൾ കേട്ട് ജഡ്ജി അങ്ങനെ എന്നെ വിളിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെ ഈ 3 മാസം കഴിയുമ്പോൾ ഉമ്മൻചാണ്ടി രാജിവെക്കാമെന്ന് വല്ലതും ഉണ്ടോ? അതെന്താ? ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
ഒരു കേസുമില്ല. ഞാൻ പിന്നെ പരിശോധിച്ചു, ആകെ ഉള്ള ഈ ഒറ്റ കേസാണ് ഈ പാമൂലം കേസ്. ആ കേസിൽ ഇങ്ങനെ സാക്ഷിയോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, പാമൂലം കേസിൽ എന്തെങ്കിലും ആളെ കയറി അടിക്കുമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഇത് പാമൂലം കേസ് വരുന്നതിന് മുമ്പ് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരിക്കലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയാം, ഫയൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, ഈ പാമൂലം കേസ് CPM കൊണ്ട് കൊടുത്തത് കേസാക്കാനുള്ള നടപടി സ്വീകരിച്ച് എം എം ഹസൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടി ഇരുന്ന് ഫയൽ മുഴുവൻ കൊണ്ടുപോയി AK സെൻറ്റർ കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ AK സെൻറ്റർ ഈ കേസ് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുകൊണ്ട് അവർ കേസിലേക്ക് പോയി VS. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഉമ്മൻചാണ്ടി പ്രതിയാകില്ലെന്ന് വിചാരിച്ചിരിക്കുക ഉമ്മൻചാണ്ടി. പക്ഷേ കേസിനകത്ത് തുടരന്വേഷണത്തിനും ജഡ്ജിക്കൊരു അബദ്ധം പറ്റിയതാണ്. ജഡ്ജി സ്പീഡ് കൂടി പോകാതെ അല്പം താമസിച്ച് വിസ്താര സമയത്ത് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയെന്ന് ജഡ്ജി പറഞ്ഞത് ഉമ്മൻചാണ്ടി കിണഞ്ഞേനെ, വെള്ളത്തിൽ പോയേനെ. പക്ഷേ ആവേശം കൂടിപ്പോയി. പക്ഷേ ജഡ്ജിയെ പാകിസ്ഥാൻ ചാരനാക്കാനുള്ള ഞാൻ പറഞ്ഞു തീരുമാനം തിരിച്ചില്ല. അത് വൃത്തികേട് പറഞ്ഞുണ്ടാക്കിയതാണ്. വൃത്തികേട്. ഞാനങ്ങനെ അയാളെ ഒരു ജഡ്ജി പാകിസ്ഥാൻ ചാരുന്നു. ഞാൻ പറഞ്ഞതെന്നറിയാം, പാകിസ്ഥാനിലാണെങ്കിൽ പോലും ഈ നിയമം നടക്കേണ്ടോ എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യ വെടിവെച്ച് കൊല്ലുന്ന നിയമമല്ല അവിടുത്തത്. അവിടെ പോലും ഇല്ലാതെ നിയമം ഇവിടെ നടപ്പാക്കില്ലോ എന്ന് പറഞ്ഞതാണ് ഈ ചർച്ച. പക്ഷേ പാകിസ്ഥാൻ ചാരനാണ് എന്ന് PC ജോർജ് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജഡ്ജി എനിക്കിവിടെ തുടരാനാകില്ല. അങ്ങനെ പറയല. അങ്ങനെ ഞാൻ ഇന്ന് വരെ എന്തായാലും ആ ജഡ്ജി അവിടെ തുടരാനാകില്ല എന്ന് പറഞ്ഞത് താങ്കളെ കൊണ്ടാണല്ലോ. അല്ല, ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും ഈ ജഡ്ജിക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതി തകർത്തത് നികേഷാണ്. മനസ്സിലായില്ലേ? ആ രഹസ്യം ഞാൻ ആരോടും പറയാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ സംസാരിച്ചു, അറിയാതെ ഞാൻ നികേഷിനോട് സത്യം പറഞ്ഞു, ഹൈക്കോടതി ഇവൻ തട്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കാഷ്വലായിട്ടൊക്കെ പറയുക. നികേഷ് അത് വാർത്തയാക്കി. അതോടുകൂടി ചീഫ് ജസ്റ്റിസിൻ്റെ ഇടപെടൽ നടന്നില്ല. കൊളീജിയം കൂടിയതാണ്. തട്ടുപടിച്ചതിൻ്റെ ഒറ്റ 24 മണിക്കൂർ ശേഷം ആ രഹസ്യം ഞാൻ സൂക്ഷിച്ചിരുന്നെങ്കിൽ ഈ ജഡ്ജിയുടെ പേരിൽ നടപടി ഉണ്ടായെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സന്തോഷവാനായിരുന്നു ഈ ഒരു നടപടിക്രമങ്ങളിൽ ഉമ്മൻചാണ്ടി? അയ്യോ, പെരുത്ത് സന്തോഷമില്ല. ആ സ്നേഹം ഭയങ്കരമായിരുന്നു. നികേഷ് ഞാൻ തുറന്നു പറഞ്ഞു, നികേഷൊക്കെ ഈ രാഷ്ട്രീയ വശം മാത്രമാണ് നോക്കുന്നത്. ഞാൻ മാനുഷിക വശവും എൻ്റെ നാടിൻ്റെ വശമാണ് നോക്കുന്നത്. ഒരു MLA എന്നതിൽ ജനം വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ച പൂഞ്ഞാറ്റിൽ എൻ്റെ മുമ്പിലുള്ള പ്രശ്നം നാടിൻ്റെ വികസനമാണ്. ആ വികസന പ്രക്രിയനെ വിശ്വസിച്ചോളൂ നികേഷ്. ആ വികസന പ്രക്രിയയിൽ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലവും മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ നടന്ന പോലുള്ള അഭിവൃദ്ധി വേറുള്ള നിയമത്തിൽ നടത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസ മേഖലയാണ്. വേറെ ഒന്നും പറയാം. എനിക്ക് എൻ്റെ പ്രശ്നം പറയാം. ഞാൻ രാജിവെക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു നഷ്ടമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾക്ക് നഷ്ടമില്ലാത്ത കാര്യമാകുമ്പോൾ എനിക്ക് ചെയ്യാൻ തൻ്റെ ഇടം കൂടുതലാണ്. ഇവിടെ നടക്കാനുള്ള റോഡുകാർ കാര്യം 41 റോഡ് ഈ അടുത്ത കാലത്ത് ലാസ്റ്റ് ടെൻഡർ പണി തുടർന്നുകൊണ്ടിരിക്കുക. ഒത്തിരി റോഡുകളുണ്ട്. 8 കോടി 10 കോടി 18 കോടി. മുണ്ടക്കയം ബൈപ്പാസ്, ഈരാറ്റുപേട്ട MES ബ്രിഡ്ജ് എല്ലാം നടക്കുകയാണ്. എനിക്കിനി നടക്കാനുള്ളത്, എനിക്കൊരു ദുഃഖമുള്ള ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ ഏഞ്ചൽ വാലി ഉൾപ്പെടെയുള്ള മേഖല, ഏഞ്ചൽ വാലി, വഴിക്കടവ്, ആ മേഖലയിലുള്ള പട്ടയം കൊടുത്തിട്ടില്ല. ആ പട്ടയം കൊടുക്കാത്ത മനഃപൂർവ്വം ഉമ്മൻചാണ്ടിയും കോൺഗ്രസിൻ്റെ ഒരു കളിയാണ്. ആ കളി ഞാൻ പൊളിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നായി, കൊടുത്തേ തീരുമെന്നായി. അവിടെ ആ നിലയുടെ നടപടി നീങ്ങി. ഇപ്പോൾ അവിടെ പട്ടയം കൊടുക്കാൻ വേണ്ടി പട്ടയം എഴുതിക്കൊണ്ടിരിക്കുക. പട്ടയം കൊടുത്തോളൂ. ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചത്, നേരത്തെ വിജിലൻസിൽ ഉമ്മൻചാണ്ടി വലിയ സന്തോഷവാനായിരുന്നു ആ ജഡ്ജിയെ ഓടിച്ചതിൽ എന്ന് താങ്കൾ പറഞ്ഞു. സെൽവരാജിൻ്റെ കാര്യത്തിലോ? സെൽവരാജ് ഇത് കൂടി സന്തോഷമുണ്ടോ? അതിൻ്റെ കാര്യം പറയാം. 72, 68. അതിൽ 68ൽ നിന്ന് ഇങ്ങോട്ട് വരിക ജയിച്ചു കഴിയുമ്പോൾ. അപ്പോൾ 73, 67. 73, 67 ആകുമ്പോൾ സ്വാഭാവികമായി 4 MLA പോയെങ്കിലേ ഗവൺമെൻറ് പോകും. മനസ്സിലായോ? പിടികിട്ടിയോ? അതായത് കോൺഗ്രസോ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ ശ്രമിക്കാതെ ഈ ഗവൺമെൻറ് പോവുകയില്ല. ആ നിലയിലുള്ള സുരക്ഷിതത്വമാണ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്ത ഒരു MLA എന്നുള്ള നിലയിലുള്ള പ്രാധാന്യം മാത്രമല്ല. അല്ല, ആദ്യ 3 കക്ഷികൾ, അതായത് പിന്നീട് വരുന്ന ഈ ചെറു കക്ഷികൾ RSPയോ പ്രശ്നമല്ല. അതാണ് അതൊരു സ്ട്രാറ്റജി ആയിരുന്നു. ആയിരുന്നു. ആരാണ് ഈ സ്ട്രാറ്റജി തീരുമാനിച്ചത്? തീരുമാനിച്ചതിൽ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാവരും ഉണ്ട്. അനൗപചാരിക മാണിയില്ല. മാണി അറിഞ്ഞിട്ട് പോലുമില്ല. വന്നു കഴിഞ്ഞാൽ മാണി അറിഞ്ഞു. മാണി സന്തോഷം. ഈയന കാര്യമൊന്നും മാണിയായിട്ട് ഈ സാമ്പത്തിക കാര്യം കച്ചവടം മാത്രം മാണിയായിട്ടുള്ള ഇങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബും കൂടും, ഉമ്മൻചാണ്ടിയും കൂടും. രമേശ് ചെന്നിത്തല വേറെ ആരെയും കൂട്ടാറില്ല അവർ.
ഈ അനൗപചാരിക സംഭാഷണങ്ങളിൽ ഈ പറയുന്ന 3 കക്ഷികൾ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സർക്കാർ വീട്ടെ, അതിനപ്പുറത്തേക്ക് നമുക്ക് ആഗ്രഹിക്കാൻ വയ്യ. കാരണം കേരള കോൺഗ്രസ് എം അത്ര 7 പേരാണ് നിങ്ങളുള്ളത്, 9 പേരുണ്ട്. 9 പേരുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് സർക്കാർ വീഴും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള ചെറുകിട കക്ഷികളെ വിചാരിച്ചിട്ട് ഇവിടെ ഈ സർക്കാർ വീഴേണ്ട നിങ്ങളൊക്കെ തീരുമാനിച്ചത്. സത്യം അതാണ്. സെൽവരാജിന് എന്ത് കൊടുത്തു എന്ന് ഇപ്പോഴും പറയുന്നില്ല. എന്നെ വിശ്വസിച്ചു, സാമ്പത്തിക ഇടപാട് അതിനകത്തില്ല. തെറ്റിദ്ധാരണ. CPM ആരോപിച്ചിരുന്നത് അത് അവരുടെ തെറ്റിദ്ധാരണ. ഞാൻ അവരെന്നോട് ചോദിച്ചോളൂ, സത്യം ഞാൻ എങ്ങനെയാണ് ഒരു അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ജയിച്ച ഒരാളെ കിട്ടുക നിങ്ങൾക്ക്? അത് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഇദ്ദേഹത്തിന് തർക്കമുണ്ട് എന്ന് മാത്രം ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അതെല്ലാം ഇയാളെ ഒഴിവാക്കി. ഇയാളെ VS പക്ഷമായിരുന്നൊക്കെ പറഞ്ഞു. അതല്ല, അയാളുടെ PA ഉണ്ട്, ഭയങ്കര അഴിമതിക്കാരനാവട്ടെ, അത് ഞാൻ സമ്മതിച്ചു. അയാളുടെ PA മോശമാണ്. പക്ഷേ ഇയാളെ കൂടെ ആ തെറ്റിലേക്ക് കൊണ്ടുവന്നു. ആ PA ഞാൻ PA വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഞാൻ വളരെ നേരത്തെ തന്നെ ബന്ധമുള്ളതാണ്. അപ്പം ഞാൻ എന്നോട് സംസാരിക്കാതെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും ഉമ്മൻചാണ്ടിയും കണ്ട് ഇയാൾ സംസാരിച്ചിരുന്നു. അപ്പം ഇങ്ങനത്തെ കാര്യം ഞാൻ പറയാൻ ചെന്നപ്പോൾ അവർ എന്നെ സംസാരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. അവർ അല്ലാതെ ഞാൻ ബലമായിട്ട്. ഉമ്മൻചാണ്ടിക്ക് ഏത് ഘട്ടത്തിൽ അത് അറിയാമായിരുന്നു? അതെന്ന് വെച്ചാൽ അങ്ങനെ നീളത്തിൽ പാലം അത് PW ബന്ധമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി അതിൻ്റെ വളരെ ശക്തമായിട്ട് നീങ്ങി. പിന്നെ ചില ജോലി പ്രശ്നങ്ങൾ അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഹായിച്ചു. അങ്ങനെ കടപ്പാട് UDF-നോടുണ്ടായി, ഈ ഗവൺമെൻറ്റിനോട്, സെൽവരാജിന്. ആദ്യം PC ഓറിനോടാണോ സംസാരിച്ചത്, ഉമ്മൻചാണ്ടിയോടാണോ സംസാരിച്ചത് സെൽവരാജ്? എന്നോട് സംസാരിക്കുമായിരുന്നു. ഞാനത് ഇവരോട് ആരും പറഞ്ഞില്ല. ഞാൻ വളരെ പ്രാവശ്യം ഇങ്ങനെ അറിയുകയും പറയുകയൊക്കെ ചെയ്തെങ്കിലും ഞാൻ ഇവരോട് സംസാരിച്ചില്ലായിരുന്നു. വരട്ടെ എന്ന് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ പറയാതെ തന്നെ ഇവർ ഈ ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി സാഹിബായിട്ട് ബന്ധം സ്ഥാപിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവരുമായിട്ട് ഞാൻ ഇങ്ങനെ നല്ല ബന്ധത്തിലാണ്, സംസാരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ സംസാരിച്ചു. അല്ലാതെ ഒരു MLA പിടിച്ചുകൊണ്ട് കൊടുത്താൽ. ആ ഘട്ടത്തിൽ PC ജോർജ് ഇങ്ങനെ നിയമസഭയിൽ കൂടെ ഇങ്ങനെ നടക്കുമല്ലോ, വയറും വെറുപ്പിച്ച് നടക്കുമല്ലോ. അപ്പോൾ ഏവനെയാണോ ഒന്ന് കിട്ടുക എന്ന് നോക്കിയിട്ടായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്? അല്ലാതെ അവിടെ പിൻബെഞ്ചിൽ ആരോടും സംസാരിക്കാതിരിക്കുന്ന സെൽവരാജിനെ ഇങ്ങനെ കണ്ടെത്തുക? സെൽവരാജ് ഞാനൊരു നേരത്തിന് വലിയ ഇഷ്ടമാണ്. എന്നെ വിശ്വസിച്ചു, എല്ലാം ഇഷ്ടമായിരുന്നു. സെൽവരാജ് ആരോടും വർത്താനം പറയാറ് പോലും ഇല്ല. എന്നോട് വർത്താനം പറയാം. അതല്ലേ ആരും കൂട്ടത്തിൽ ഇല്ലാത്തവരല്ലേ എൻ്റെ കൂട്ടത്തിലുള്ളത് എപ്പോഴും. സെൽവരാജ് ഞാൻ വളരെ നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴും അയാൾ എന്നെ കുറ്റം പറഞ്ഞു, എന്നെ കാണുമ്പോൾ എന്നെ ഏറ്റവും ഇഷ്ടമാണ്, അതറിയാവും. സെൽവരാജ് ഭയങ്കര സ്നേഹമാണ്. ഞാനാകെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, സ്പീക്കറോട് പോലും ഇങ്ങേരാണ് രാവിലെ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. കാർത്തികേയൻ ഞാൻ വിളിച്ച തലേദിവസം രാവിലെ 8 മണിക്ക് വീട്ടിലുണ്ടാകുമോ, എന്താ ജോലിക്ക് പോകണം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എനിക്കൊന്ന് രാജിവെക്കണം. നമ്മൾ ചോദിച്ചാൽ അതെ, എനിക്കൊന്ന് രാജിവെക്കണം, അതുകൊണ്ട് രാജിക്കൊത്ത് കൊണ്ട് നാളെ രാവിലെ വരികയാണ്, അവിടെ കാണണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ കണ്ടേക്കാം. എന്തിനാ PC അത് ചെയ്യുന്നത്? ഞാനാണെന്ന് നിർബന്ധമില്ലല്ലോ എന്ന് മാത്രം പറഞ്ഞ് ഫോണങ്ങ് വെച്ചു. അദ്ദേഹം അവിടെ ഈ സെൽവരാജെന്ന് അദ്ദേഹത്തിന് അറിയില്ല. രാവിലെ വിളിച്ച് ഇന്നയാളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഈ സെൽവരാജിനെ ജയിക്കാനാവുമായിരുന്നില്ല TP ചന്ദ്രശേഖരൻ വധം ഇല്ലായിരുന്നുവെങ്കിലും. TPയുടെ വധം ഒരു പ്രശ്നമായി. VS-ന്റെ അവിടുത്തെ സന്ദർശനം, പോളിംഗ് ദിവസം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളല്ലേ. PC ജോർജിന് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വലിയൊരു സ്വീകരണം ലഭിക്കാത്തത്, ആ PC എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാത്തത് ഈ നിന്നിടത്ത് കുഴിത്തുരുമ്പുണ്ടാക്കുന്ന ഒരാളെന്നുള്ളൊരു ഇമേജ് ഉള്ളതുകൊണ്ട് ഒരിക്കലും വരികയില്ല എന്നെ പറ്റി. കാരണം LDF-ന്റെ കാലത്തും ഇത് തന്നെയായിരുന്നു പണി. UDF-ന്റെ കാലത്ത് അല്ല, പറയാം. LDF-ന്റെ കാലത്ത് ഞാൻ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടൊന്നും ചെയ്തില്ലല്ലോ. സംഭവിച്ചതെന്നാ നീശം ആലോചിച്ച്. ഈ UDF-ന്റെ ഭരണത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായി മൂന്നാർ കയ്യേറ്റ ഭൂമി, മാണിയുടെ മതികെട്ടാൻ, നമ്മുടെ പീരുമേടിലെ തൊഴിലാളി സമരങ്ങൾ, തൊഴിലാളി പട്ടിണി, ഇതിനെല്ലാം പൂവാർ വിഴിഞ്ഞം കൊള്ള മാണിയുടെ, ഇതിനെല്ലാം ഞാൻ പരാതി കൊണ്ട് VS-ൻ്റെയിലും മുഖ്യമന്ത്രി കൂടെ നടപടിയില്ലല്ലോ. VS-ൻ്റെ കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവെന്നില്ല. അപ്പോൾ VS വിളിക്കും, നമുക്ക് നോക്കിയേക്കാം, പോയേക്കാം, ഞാൻ കൂട്ടത്തിൽ പോകും. അതല്ല CPM-നകത്ത് ഇങ്ങനെ ഒരു വിഭാഗീയതയോ ഒരു ഇടപെട്ട് കളഞ്ഞു PC ജോർജ്. ഞാൻ ഇടപെട്ടതല്ലത്, അതാണ് തെറ്റിദ്ധാരണ. ഞാൻ ഒരിക്കലും CPM-ൻ്റെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ഏതെങ്കിലും ഇഷ്യൂ ഞാൻ സൈഡ് പിടിക്കുക. അന്നും VS-നേക്കാൾ അടുത്ത ബന്ധം എനിക്ക് പിണറായി വിജയനായിട്ട് അകൽച്ചയാണ് അന്നും ഇന്നും. ഇല്ലെന്ന് തെറ്റാണ്, കേട്ടോളൂ. നിയമസഭ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തോട് ചോദിച്ചോളൂ, ഞാനിതൊന്നും പറഞ്ഞു നടക്കാറില്ല.
ഈ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിര്യാണം കഴിഞ്ഞ് ആദ്യം കൂടുന്ന സെക്രട്ടേറിയറ്റ് യോഗം. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിന് പോകാനായിട്ട് പിണറായി വിജയൻ ഇരിക്കുമ്പം അദ്ദേഹത്തിന് മുറി കയറി. അദ്ദേഹം ഇലക്ട്രിസിറ്റി മന്ത്രിയാണ്. ഞാൻ കയറി ചെന്നു. നികേഷ് ചോദിച്ചു അദ്ദേഹത്തോട്. കയറി ചെന്ന് പുള്ളി ചിരിച്ചു. ഞാനവിടെ അത്ര സ്നേഹം വന്നെനിക്ക് അദ്ദേഹത്തെ. അവിടെ ഇരിക്കുമ്പോൾ നികേഷ് കേട്ടോ, ഞാൻ ചോദിച്ചു, ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിന് പോകുന്നില്ലേ? പുള്ളി അതെ ഞാൻ പോകാൻ തുടങ്ങാൻ PC എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം പറയാം, അത് അറിഞ്ഞുകൊണ്ട് ഓടി വന്നതാണ് ഞാൻ. MLA കോട്ടേഴ്സ് ഇങ്ങോട്ട് നേരെ വന്ന. എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം? 2 പ്രശ്നമുണ്ട്. ഒന്നെങ്കിൽ കേരളത്തിലെ വൈദ്യുതി പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരമുണ്ടാക്കാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന വൈദ്യുതി മന്ത്രിക്ക് കഴിയും, ഇതേപടി പോയാൽ 5 കൊല്ലം ഇരുന്നാൽ. അങ്ങനെ പുള്ളി ചിരിച്ചു. അതല്ല, ഈ സ്ഥാനം ഉപേക്ഷിച്ച് പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്താൽ അതാണ് കേരളത്തിലെ ജനങ്ങൾ ഗുണമെന്ന് നിങ്ങൾ കരുതി നിങ്ങൾക്കത് സ്വീകരിക്കാം. ഇത് പറയാൻ വന്നതാണ്. എൻ്റെ അഭിപ്രായം, പാർട്ടി സെക്രട്ടറി സ്ഥാനം വേണോ മന്ത്രിസ്ഥാനം വേണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇലക്ട്രിസിറ്റി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ തുടരണമെന്ന് എൻ്റെ അഭിപ്രായം. അതല്ല 5 കൊല്ലത്തേക്ക് കൊണ്ട് പണിയാനുള്ള ജോലി ഇപ്പോൾ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. പിണറായി നല്ല ബന്ധത്തിലാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അല്ല, ഞാൻ പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങിയ പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. ഇതാരെങ്കിലും പറഞ്ഞതാണോ? ജോറോട് ആര് പറഞ്ഞതെന്ന് ചോദിച്ചു. അത് പുള്ളി പാർട്ടി സെക്രട്ടറി ഞാൻ കയറി മുൻകയറി പറയല്ലേ. ഞാൻ പറയും സത്യമായല്ല. ഞാൻ MLA കോട്ടേഴ്സിന് ഇരുന്നപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി പുതിയ സെക്രട്ടറിയും സാധ്യത ഇതാന്ന് എനിക്ക് തോന്നി. ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് തോന്നി. അത് പറയാൻ വന്നതാണ്. പുള്ളി ചിരിച്ചോണ്ട് VS പറഞ്ഞു വിട്ടതാണോ എന്ന് പിണറായിക്ക് അന്നൊരു സംശയം ഉണ്ടാകുകയില്ല. കാരണം VS ഞാൻ കണ്ടിട്ട് പോലുമില്ല. മനസ്സിലായില്ലേ? അത് എൻ്റെ ആവശ്യമില്ലല്ലോ. രസം എന്താ വെച്ചാൽ അന്ന് 11:30 ആയപ്പോഴത്തേക്കിന് അനൗൺസ്മെന്റ് വന്നു പിണറായി വിജയൻ പാർട്ടി ജനറൽ സെക്രട്ടറി. ഈ 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ PC ജോർജിനെ പാലായിൽ മത്സരിപ്പിക്കണം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഗ്രഹം എന്നാണ് ഇടനാഴിയിൽ കേൾക്കുന്നത്. ശരിയാണോ? ഞാൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് പാടിക്കെതിരെ എന്ന് കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അത് സത്യമാണ്. പക്ഷേ ഞാൻ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തെ MLA ആണ്. പൂഞ്ഞാറിലെ ജനങ്ങളെ ഉപേക്ഷിച്ച് ഒരിടത്തോട്ടും പോകുന്ന പ്രശ്നമില്ല. ബുദ്ധിമുട്ടാണ്. അതായത് താങ്കൾ പാലായിൽ മത്സരിക്കാൻ തയ്യാറാണ്, പൂഞ്ഞാറും കൂടെ കിട്ടുകയാണെങ്കിൽ. പൂഞ്ഞാറും കൂടി താങ്കളുടെ പാർട്ടിക്ക് കിട്ടുകയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് സെക്യുലർ ആണല്ലോ PC ജോർജ്. അതായത് അതൊക്കെ ചർച്ചയിലൂടെ വരേണ്ട കാര്യമാണ് നികേഷ്. ഞാനിപ്പോൾ കയറി മുൻകയറി പറയുന്നത് വല്ല പ്രസക്തിയുണ്ടോ? അത് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ടോ, ഇടതുപക്ഷ മുന്നണിയിൽ അംഗമാണോ, ഇതൊക്കെ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നമല്ലേ? ഘടകകക്ഷിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു. അതൊക്കെ ചർച്ച ചെയ്യേണ്ട പ്രശ്നമാണ്. കേരളം സെക്യുലറിലേക്ക് വന്നതിന് ശേഷം അതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റൂ. ഞാൻ മുൻകൂർ കയറി അത് പറയുന്നതൊക്കെ ഒരു മര്യാദകേടാണ്. ഒരു പാർട്ടിയുടെയും മുന്നണിയുടെയും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കയറി ഈരാറ്റുപെട്ടിരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്ന മര്യാദയാണ്. ഞാനത് ചെയ്യും. ഇതിനകം തന്നെ ഇപ്പോൾ KM മാണിക്കെതിരെ ബാർഗോഴ ആരോപണം വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ചു കാലം ഒരു ഇടവേള ലഭിച്ചിരിക്കുകയാണ് KM മാണിക്കൊരു വർദ്ധിത വീര്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ കേരള കോൺഗ്രസ് എമ്മിന്? കാരണം PC ജോർജിനെ പോലുള്ളൊരു ശക്തൻ പോയിട്ടും ഒരു ധ്രുവീകരണവും കേരള കോൺഗ്രസിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം. നികേഷേ, കേരളത്തിൽ ഞാൻ ഇന്നലെ നരിങ്ങാന ഭാഗത്തോട് പോയി. ഞാൻ എത്ര കൊല്ലം കൂടി അവിടെ ചെന്നു. കാരണം ഇപ്പോൾ അവിടെ ഒരു ബന്ധവും എനിക്കില്ല. പാലാ നീയുള്ള കയറി ഒരു വീട്ടിൽ പോലും KM മാണിക്ക് അനുകൂലം എന്നോട് പറഞ്ഞില്ല. അല്ല പെരക്കാത്തിരിക്കുന്ന അല്ല തെറ്റ്. പെരക്കാത്തിരുന്ന് ചേടത്തിമര ഇറങ്ങി വരുന്നേ ഇതുപോലൊരു കള്ളൻ മുഴുവൻ റബ്ബർ മേഖലയെ ഒരു 10 രൂപ കയ്യിലെടുക്കാനില്ല. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വിവരം അറിയാൻ പാടില്ലേ? ഇളെ അനുഭവിക്കാൻ വന്ന ഇലക്ഷൻ നടക്കട്ടെ, ഇലക്ഷൻ റിസൾട്ട് വരെ കാണാം. ഈ പണക്കൊഴുപ്പുകൊണ്ടൊന്നും പണം കൊടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏത് രാഷ്ട്രീയ നിരീക്ഷകരോടും PC ജോർജ് ചോദിച്ചോളൂ, LDFനായിരിക്കും മുൻതൂക്കം എന്നവർ പറയും. പിന്നെ എന്ത് പ്രതീക്ഷയാണുള്ളത്? നിങ്ങളെല്ലാവരും കൂടി ചേർന്നാൽ പോലും പറയാം. നാളിതുവരെ ഈ ഗവൺമെൻറ് കാലത്തല്ല, ഏത് ഗവൺമെൻറ് കാലത്ത് നടക്കുന്ന ബൈ ഇലക്ഷനുകളിൽ ഗവൺമെൻറ് അനുകൂലമായി വിധി എഴുതും. എന്താ കാരണം എന്നറിയോ? വല്ലം കിട്ടുന്ന നാടിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം അതില്ല. ഇപ്പം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ അതല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ 4 മാസത്തിന് അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഈ ഗവൺമെൻറ്റിന് വേണ്ടി വോട്ട് ചെയ്തിട്ട് ഒരു കാര്യം കിട്ടാനില്ല ജനങ്ങൾക്ക്. ഈ ഗവൺമെൻറ് ഇപ്പോഴും രാഷ്ട്രീയമായി ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നുകൊണ്ട് വിചാരിക്കരുത്. 2004 തെരഞ്ഞെടുപ്പിന് ശേഷം LDFന് ആധികാരികമായ ഒരു വിജയമുണ്ടായിട്ടില്ല.
തുടർച്ചയായ UDF വിജയങ്ങളാണ്. LDF തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിജയം അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു വിജയം ഉണ്ടാകാൻ രാഷ്ട്രീയ കാരണങ്ങളില്ല. ഇന്ന് 2006 ഗവൺമെന്റ് 2006 ഞാൻ പറഞ്ഞത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായില്ലേ? അതെ, അത് മാത്രമാണ് ലാസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ LDF ഒരു ഉപതെരഞ്ഞെടുപ്പ് 2011 ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ പറയുന്നത്. 2011 ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റാ. ഉമ്മൻചാണ്ടി എന്നാ പറഞ്ഞത്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് കെട്ടിപ്പിടിച്ച് കിടക്കാൻ ചത്താലും മാറില്ല. 2006 തെരഞ്ഞെടുപ്പിൽ 2006 സർക്കാർ വന്നതിന് ശേഷമുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും 2009 പിന്നെ തെരഞ്ഞെടുപ്പുണ്ടായത് 2009 ഞാൻ പറയട്ടെ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും LDF വിജയിച്ചെന്ന UDF ജയിച്ചെന്നാ പറഞ്ഞത്. 16 സീറ്റുണ്ടായിരുന്ന UDF 12ലേക്ക് പോയി. അത് വിജയമാണെന്ന് നികേഷ് ഉൾപ്പെടെ പറയുന്നത്. കാരണം 20-12. ഞാൻ ചോദിക്കട്ടെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 60% സീറ്റുകൾ UDFന്റെ കയ്യിലുള്ളത്. അത് 59% കുറഞ്ഞാൽ UDF വിജയിച്ചു എന്ന് തന്നെയാണ് പറയുക. ഒരു കാര്യമില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വം, പണത്തിന്റെ കുത്തൊഴുക്ക്, രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ തവണ രാഷ്ട്രീയം മാത്രമല്ല, രാഷ്ട്രീയ 50% ഏറ്റവും വലിയ വിജയം UDFന് കഴിഞ്ഞ പ്രാവശ്യം നേടാനായത് LDFനെതിരായിട്ടുള്ള ജനവികാരമായിരുന്നു. ആ കാലഘട്ടത്തിലെ 60%. ആ ജനവികാരം അതേപടി തിരിച്ചടയ്ക്കാൻ പോകാൻ 2015 ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഉഴുന്നിന്റെ വില 210 രൂപയായിരുന്നു. മിനിയാന്ന് 150. ഇന്നലെ ചോദിച്ചാൽ 210. ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഇതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ച ഒരു കാലഘട്ടം വാണം പോലെയല്ല, സ്പുട്നിക് സ്പീഡിൽ പോവുക. ഈ ഗവൺമെൻറ് കുഴപ്പമല്ലേ? ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് സാമ്പത്തിക രംഗത്തിൻ്റെ, അപ്പം നികേഷ് മനസ്സിലാവും. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് 2011 മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറി മുഴുവൻ കേരളത്തിൽ നിന്ന് ഡീസലും പെട്രോളും അടിക്കുക. എന്നാണെന്നറിയാമോ? 2 രൂപ കുറവാണ് ഇവിടെ ഒരു ലിറ്ററിന്. 1000 ലിറ്ററിൽ ഉള്ളത് 2000 രൂപ ലാഭമാണ് ഇവിടെ വന്ന് ഡീസൽ അടിച്ച കേരളത്തിൽ. ഇപ്പം എങ്ങനെയാണെന്നറിയാമോ? കേരളത്തിൽ നിന്നുള്ളവൻ തമിഴ്നാട്ടിൽ പോയി ഡീസൽ അടിക്കുക ഫുൾ ടാങ്ക്. ഇങ്ങോട്ട് പോയി. എന്താ സംഭവം? അന്ന് 2 രൂപ കുറവുണ്ടായിരുന്ന ഇവിടെ, തമിഴ്നാടിനൊക്കെ കുറവുണ്ടായിരുന്നു. ഇന്ന് 3 രൂപ തമിഴ്നാട്ടിൽ കുറവാണ് നമ്മളെക്കായാലും ഡീസലിന്. അപ്പം 5 രൂപയാണ് മാണി മാത്രം സ്റ്റേറ്റ് ബഡ്ജറ്റിലേക്ക് സെയിൽ ടാക്സ് കൂട്ടിയിരിക്കുന്നത്. യഥാർത്ഥ പെട്രോളിന് വില 1 ലിറ്ററിന് 30 രൂപയ്ക്ക്. ആ കടക്കൂടെ പോയിട്ട് വന്ന് പറയട്ടെ, ഞാൻ അറിയട്ടെ. 30 രൂപയ്ക്ക് സത്യത്തിൽ പെട്രോൾ ഇപ്പോൾ കൊടുക്കാൻ പറ്റും അന്താരാഷ്ട്ര മാർക്കറ്റ് അനുസരിച്ച്. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൂടെ സെയിൽ ടാക്സ് ആക്കി 60 രൂപ ആക്കി 1 ലിറ്ററിന്. അതിന് കൂടെ 5 രൂപയുടെ മാണി അഡീഷണൽ കേരളത്തിൻ്റെ മാത്രം അഡീഷണൽ ഇട്ടിരിക്കുക. ഇങ്ങനെ 30 രൂപ 65. ഈ മാണിയുടെ കൊള്ളയാണല്ലോ, മാണിയുടെ കൊള്ള. ഈ മാണിക്കെതിരെയാണ് PC ജോർജ് തന്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ടുപോയി ഹോമിച്ചിരിക്കുന്നത്. ഹോമിച്ചില്ല. ഒന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മറ്റുള്ളവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഉണ്ടായിരുന്നൊരു കേരള കോൺഗ്രസ് സെക്യുലറിനെ മാണിയിൽ ലയിപ്പിച്ചു. അതോടുകൂടി PC ജോർജിന് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാവുമായിരുന്നു, അത് നശിപ്പിച്ചു. തെറ്റായി പോയെന്ന്. ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയാബദ്ധം. ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയാബദ്ധമാണല്ലോ അത്. ആണോ? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്ന് അതാണ്. മനുഷ്യൻ്റെ അബദ്ധം പലത് കാണും. ഒരു കാരണവശാലും സെക്യുലറിനെ പോലെ വളർന്നു വന്നൊരു പാർട്ടിയെ, പ്രത്യേകിച്ച് കാർഷിക മേഖലയുടെയും ന്യൂനപക്ഷങ്ങളുടെയും മതേതരത്വവും ഒക്കെ പറഞ്ഞിരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗം വേണ്ടി സംസാരിച്ചിരുന്നൊരു പാർട്ടിയാണത്. ആ പാർട്ടിയെ കൊണ്ട് മാണിയെപ്പോലെ ഒരു കശ്മലൻ എന്ന വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു സംശയം വേണ്ട. കൈ കൊണ്ട് കൊടുത്ത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്ത മഹാപാപമാണ്. ഇപ്പോഴെന്താ ചെയ്യുന്നത്? മാണി ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ അമ്പും വില മുതൽ AK-47 വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മലപ്പുറം കത്തി പോലും PC ജോർജിൻ്റെ കയ്യിലില്ലാതെ കേരളം മനസ്സിലാക്കി. ഞാൻ നികേഷ് അങ്ങനെ ചൂടാക്കുമ്പം ഞാൻ തോക്കെടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഓരോ വാർത്തകൾ കിട്ടുന്ന സന്തോഷമാണ്. രാഷ്ട്രീയമായ തീരുമാനങ്ങളില്ലാതെ ആയിരം കാര്യങ്ങളിലൊക്കെ പോകുന്നത് ശരിയല്ല. ഞാൻ അല്പം കൂടി മച്യൂരിറ്റി കാണിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് മെച്യൂരിറ്റിയുടെ വിഷയമല്ല. ഓൾറെഡി PC ജോർജ് ഈ വിഷയത്തിൽ കാണിച്ചു മെച്യൂരിറ്റി. എന്തായാലും ഇറങ്ങി വരാൻ തീരുമാനിച്ചു. അവിടെ പെണ്ണുപിടിയന്മാരുടെയും പണം തട്ടിപ്പുകാരുടെയും കൂടെ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തെളിവുകൾ PC ജോർജിൻ്റെ കയ്യിൽ ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ നികേഷേ, മാണിക്കെതിരെ തെളിവ് കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? ഒരു ഉദാഹരണം. അല്ല, കോടതിയിൽ ഇപ്പോൾ കേസ് കിടന്നിട്ട് എന്ത് കിട്ടാനാ? കേട്ടോളൂ, കൊളീജിയം കൂടെ പോയി ഇപ്പോൾ വന്നിരിക്കുക സുപ്രീം കോടതി വിധി.
ഈ ജഡ്ജിമാരെ നിയമിക്കുന്നതിന് പാനൽ അംഗീകാരം കിട്ടണം, മുഖ്യമന്ത്രി ഒപ്പിടണം. ഇപ്പോഴത്തെ പുതിയ നിയമം കൊളീജിയം വന്നപ്പോൾ ഏതെങ്കിലും ഒരു ഹൈക്കോടതി ജഡ്ജി ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നത് പിന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരെ വിധി പറയൂ. ജനാധിപത്യം വ്യഭിചരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. മനസ്സിലായില്ലേ? അഡ്വക്കേറ്റ് ജനറൽ ഹാജരാകുക, ഓടിച്ചെന്ന് അങ്ങേര് എത്ര കോടി രൂപ ഫീസ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം അദ്ദേഹം മാണിക്കെതിരായ കേസിൽ വലിയ പ്രതീക്ഷ താങ്കൾക്കില്ല? എനിക്കില്ല. എനിക്ക് ജുഡീഷ്യറിയോട് അത്ര വലിയ ബഹുമാനമൊന്നുമില്ല അക്കാര്യത്തിൽ. ഈ മാണി നോക്കിയാൽ മാണി 20-24 കൊല്ലം ലോ മിനിസ്റ്ററായിട്ടിരുന്ന ആളാണ്. അയാളുടെ പാർട്ടിപ്പെട്ട ആളെ പോലും നമ്മുടെ ഗവൺമെൻറ് പിളറാക്കിന് 15 ലക്ഷം വരെ മേടിച്ചിട്ടുണ്ട് ഈ മാണിയുടെ സംഘവും. പാർട്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിപ്പം ആ പങ്ക് എല്ലാവരും ഉണ്ട്. എല്ലാ പാർട്ടിക്കും വിഹിതം കൊടുത്തിട്ട് അവരും പങ്ക് മേടിച്ചിട്ടുണ്ട്. വക്കീലന്മാരില്ലാത്ത പാർട്ടി അത് മേടിച്ചേച്ച് വേറുള്ളവർക്ക് വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്. അപ്പം ജുഡീഷ്യറി എത്രമാത്രം വ്യഭിചരിക്കപ്പെട്ടു എന്ന് ആലോചിച്ച്. നമ്മുടെ അതുകൊണ്ട് KM മാണിക്കെതിരെ ഒരു വലിയ പുനരന്വേഷണത്തിനൊന്നും വിധിക്കാൻ യാതൊരു സാധ്യതയും. സാമാന്യ നിയമം അനുസരിച്ച് വിധി വരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഒന്നുകിൽ മാണി പ്രതിയെ കേസെടുക്കാൻ കോടതി പറയണം, ഇല്ലെങ്കിൽ കോടതി യാതൊരു സംശയമില്ല പുനരന്വേഷണം പറയണം. പുനരന്വേഷണം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മാണിയും പിന്നെ എങ്ങനെ അവിടെ ഇരിക്കും? നമ്മുടെ രമേശ് ചെന്നിത്തല എങ്ങനെ അവിടെ ഇരിക്കും? മാണിയെ പ്രതിയാക്കാൻ പറഞ്ഞ് വിധി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാണിക്ക് എങ്ങനെ അവിടെ ഇരിക്കാൻ കഴിയും? ഞങ്ങൾ ചത്താലും ഇറങ്ങിപ്പോയാലെന്നാണ് മാണി പറയുന്നത്. ഉമ്മൻചാണ്ടിയും പറഞ്ഞതാ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടേച്ചൊരു കളിയില്ലെന്നാണ്. അതൊരു 3-4 മാസം കൂടി ഇരുന്ന് അനുഭവിക്കാൻ മാർഗമില്ല. ഇപ്പോൾ വിധി വന്നാൽ മാണി മാറുമോ? എന്തുകൊണ്ട് മാറില്ല? മാണി മാറേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മാണിയുടെ ഫിനാൻസ് ഭരിക്കുന്നത് ഇപ്പോൾ മാണിയല്ല. മാണി ചില്ലറയുടെ കാശിൻ്റെ വീതം മാത്രമേ അയക്കുള്ളൂ. ബാക്കി ഉമ്മൻചാണ്ടിനെ നേരിട്ടാണ് ഭരണം നടത്തുന്നു. അവിടെ ഫിനാൻസ് സെക്രട്ടറി ഉണ്ട് എബ്രാഹിം. മാണി പറഞ്ഞ് അങ്ങനെ കേൾക്കുമോ? മാണിയുടെ ആളുകൾ എത്രയോ പ്രാവശ്യമാണ് എടുത്ത് ചെന്നിട്ട് പോടാന്ന് പറഞ്ഞില്ല അയാൾ. തെളിഞ്ഞിമാർ കേട്ടോണ്ട് പോരും. അതായത് എന്ത് പരാമർശം ഉണ്ടായാലും എന്ത് വിധി ഉണ്ടായാലും ഇതേ നില തന്നെയായിരിക്കും തുടരുക എന്ന് ഞാൻ മനസ്സിലാക്കി. മാണിയുടെ നിന്നൊരു മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെ പിന്നെ ജനം കാലെ പിടിച്ച് വലിച്ചത് കൊണ്ടോട്ട് ഇടണം. അത് ജനം ഇപ്പോൾ തയ്യാറായത്, വേറെ പണിയൊന്നുമില്ല ജനത്തിന്. പക്ഷേ LDF ഒരു ഫോഴ്സ് പ്രയോഗിക്കുന്നില്ല, ഒരു സമ്മർദ്ദം പ്രയോഗിക്കുന്നില്ല എന്നുള്ളത് വല്ല പൊതുജനാഭിപ്രായം. അതിനകത്ത് അർത്ഥമുണ്ടോ? ഇവിടെ സമരം ചെയ്ത് 10-40,000 ആളെ കൊണ്ടുപോയി തിരുവനന്തപുരം സിറ്റി മുഴുവൻ വളഞ്ഞു വെച്ചു. എന്ത് ഫലം കിട്ടുമായിരുന്നു? അത് ബ്രിട്ടീഷുകാരനോട് സമരം ചെയ്താൽ ഗുണമുണ്ട്. ഇതുപോലെ മനസാക്ഷി നീതിബോധമില്ലാത്ത മൃഗതുല്യ ജീവിതം നയിക്കുന്ന ആളുടെ അടുത്ത് കരഞ്ഞു കാണിച്ചിട്ട് എന്താ കാര്യം? സമരം ചെയ്തിട്ട് എന്താ കാര്യം? അവരത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എന്താ? കയോസാ. അത് ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ എന്ത് ചെയ്യും? മാന്യന്മാർക്ക് പറ്റിയ പണി എന്താ? ക്ഷമിക്കുക. അല്ല, PC ജോർജിൻ്റെ കാര്യത്തിൽ PC ജോർജ് ഇതിനു വേണ്ടി പോരാടുന്ന ആളെന്നുള്ള നിലയിൽ PC ജോർജിനെ അങ്ങനെ ബലിയാടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ അതും മാണിയുടെ വിഷയത്തിലും ഒക്കെ ചേർത്ത് ഒരു വലിയ പ്രക്ഷോഭം നയിക്കാമായിരുന്നു. PC ജോർജിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് ആ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ട എന്നെ വിശ്വാസത്തിന് കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതുവരെ പുറകോട്ട് മാറിയിട്ടില്ല. അതിൽ ഉറച്ചു നിൽക്കുക. അതാണ്. പിന്നെ അതിനകത്ത് ഇനി എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എടുത്ത് ചാടുമ്പോൾ എടുത്തല്ല ചാടുന്നത്, പതുക്കെയാണ് ചാടുന്നത്. എടുത്ത് ചാടിയില്ലല്ലോ. എത്രയോ ദിവസം ഇരുന്ന് ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനം ഇനിയിപ്പോൾ സ്പീക്കർ മുമ്പ് 26-ാം തീയതി കയറണം. 26-ാം തീയതി തന്നെ വിധി പറയാൻ വെച്ചിരിക്കാമെന്നാണ് ഉണ്ണിയാണ് പറഞ്ഞ കേട്ടാ തോന്നുക. അതായത് സ്പീക്കറല്ല അവിടെ, നിയമസഭാ സെക്രട്ടേറിയറ്റ്. സ്പീക്കറുമായിട്ട് PC ജോർജ് താങ്കൾ സംസാരിക്കാറുണ്ട്? പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം മിണ്ടാതിരുന്ന് കേൾക്കും. ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കാറുണ്ട്. അല്ലാതെ അദ്ദേഹം മറുപടി പറയാൻ അദ്ദേഹം അശക്തനാണ്. ശക്തനായ സ്പീക്കറെ അശക്തനാക്കിയിരിക്കുന്നു എന്നാണ് എൻ്റെ പരാതി. പക്ഷെ ഒരു നിലപാടുള്ളയാളാണെന്നല്ലേ PC ജോർജ് മനസ്സിലാക്കിയിരുന്നു? ഞാൻ അങ്ങനെയല്ലേ പറയാവൂ. ഇപ്പോൾ PC ജോർജിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, എനിക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, രാഷ്ട്രീയ തീരുമാനം ഇതാണ് എന്ന്. അങ്ങനെ പറഞ്ഞാലും അത് ഞാൻ പുറത്ത് പറയുന്നത് കേസ് കരുതുന്നുണ്ടോ? അത് മര്യാദയാണ്. ഞാൻ പറയാം. ഈ സെക്യുലർ പാർട്ടിയെ ഘടകകക്ഷിയാക്കണം എന്നൊരാവശ്യം LDFൻ്റെ മുമ്പിൽ കൊടുക്കുമ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. 20 വർഷത്തിലേറെയായിട്ടൊരു INL കാത്തിരിക്കുക. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ കോഴിക്കോട് വാർത്താസമ്മേളനം ഞങ്ങൾ പ്രധാനമായും പരിഗണിച്ച് വരികയാണ് ഇത്തരം കക്ഷികളെ എന്നൊക്കെയാണ്. ഇവർ കളിയാക്കുകയല്ലേ നിങ്ങളെയൊക്കെ? ഇല്ല, നീ അങ്ങനെ പറയരുത്. ഈ UDF പോലെ അല്ലല്ലോ. UDF ഉമ്മൻചാണ്ടി തീരുമാനിച്ച എന്നത് നടക്കും. LDF അങ്ങനെ ആരും ഒരാൾ തീരുമാനിച്ച് നടക്കുന്നില്ല. അത് ഘടകകക്ഷികളുണ്ട്, എല്ലാവരോടും ചർച്ച ചെയ്യണം. എല്ലാ കക്ഷികളും അതിൻ്റേതായ മാന്യത അവർ കൽപ്പിക്കും. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, വിധി തീരുമാനമൊക്കെ കൂടുതലും ഇടതുപക്ഷ മുന്നണി തീരുമാനങ്ങൾ വരുമ്പം CPM പ്രാമുഖ്യമുള്ള തീരുമാനമായിരിക്കാം വരിക. ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ
CP ഉൾപ്പെടെയുള്ള NCP മറ്റ് കക്ഷികൾ എല്ലാവരുമായിട്ടുള്ള ചർച്ചയുണ്ട്. എന്ത് 20 വർഷമായിട്ട് ചർച്ച നടത്തുന്നു? ആ, ചർച്ചയുണ്ട്. 20 വർഷമായി ചർച്ച യോജിക്കാൻ 20 വർഷമായിട്ട് യോജിച്ചിട്ടില്ല. 20 വർഷത്തിലധികമായിട്ട് INL യോജിക്കാൻ പറ്റിയിട്ടില്ലല്ലേ അവർക്ക്. ജോർജിന്റെ കാര്യത്തിലും അങ്ങനെ ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിലും ഇതേ വിഷയം ഉണ്ടാവും. ജോർജും ബാലകൃഷ്ണപിള്ളയും ബാധ്യതയാണെന്ന് പറയുന്ന CPM-കാർ ഒരുപാട് പേരുണ്ട്. എന്നെ പറ്റി ബാധ്യതയാണെന്ന് ആരെങ്കിലും പറഞ്ഞ് ആ ബാധ്യത ഏറ്റെടുക്കരുതെന്ന് ഞാൻ പറയും. ഞാൻ അഭിപ്രായക്കാരനല്ലാതെ അവരെ ആരും ഉപദ്രവിക്കാൻ ഞാനില്ല, ആരെയും ഞാൻ ഉപദ്രവിക്കില്ല. പാലായിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്, എന്ത് ചെയ്യും? ഞാനല്ലേ തീരുമാനിക്കും വേണോ വേണ്ടയോ. ഞാൻ എൻ്റെ പാർട്ടിയും തീരുമാനിക്കും, അല്ലാതെ ഇപ്പോൾ വേറൊരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ PC ജോർജ് ഇരട്ടച്ചങ്ക് എന്നൊക്കെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം മാണിയുടെ സ്വന്തം തട്ടകത്തിൽ പോയി തോൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഹൈപ്പ് കിട്ടും. നല്ല എവിടെ സനയിലായിട്ട് ബോധമില്ല ഗുണമില്ലാതിരിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ പോയെന്ന് വലിയ ആനക്കാര്യമൊന്നുമില്ല, അത്രയൊന്നുമില്ല. മാണി കിടന്ന് നിൽക്കുമെന്ന് കൂടി എനിക്കറിയില്ല. കാരണം വെച്ചാൽ നികേഷ് സംസാരിച്ച് നോക്ക്. ഇപ്പം കയറി സംസാരിച്ച് നികേഷിനെ അടുത്തിരിക്കുന്ന നികേഷാന്ന് പറഞ്ഞാൽ നികേഷെന്ന് വിളിച്ച് ചിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ തോമാച്ചാന്ന് വിളിക്കും, നികേഷാന്ന് മറന്നു പോകും. ആ നിലയാണ് മാണി. ഈ മൂന്നാം മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം പുതുതായിട്ട് വരാൻ പോകുന്നു. ഈ SNDPയും BJPയും ഒക്കെ ചേർന്നിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ബനിയനിട്ടിരുന്നു പണ്ട്. ഞാനായിരുന്നു നികേഷ് ആയനും കാര്യങ്ങളിലേക്ക് ഒന്നും ചർച്ച ചെയ്തില്ലായിരുന്നു. ഞാനിങ്ങനെ ഒറ്റയ്ക്കൊരു അഭിപ്രായം പറഞ്ഞ മര്യാദയില്ലെന്ന്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയിലൂടെ മാത്രമേ. ഒരു ശക്തിയായി മൂന്നാം ശക്തിക്ക് ഉയർന്നു വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പറയാൻ പറ്റില്ല നികേഷ്. കേരളത്തിൻ്റെ പൊളിറ്റിക്സ് അല്ലേ, ചില മേഖലയിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം ചോദിക്കട്ടെ, SNDPയും BJPയും തമ്മിലുള്ള യോജിപ്പൂല എവിടം വരെയാവുന്ന ആർക്കും പ്രവചിക്കാൻ കഴിയുന്നില്ല. പല മേഖലയിൽ അവർക്ക് യോജിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളിപ്പോൾ പ്രവചിക്കേണ്ട. വെയിറ്റ് ആൻഡ് സീ. പഞ്ചായത്ത് കഴിയട്ടെ, നമുക്കറിയാമല്ലോ. അല്ല, അവരുടെ രാഷ്ട്രീയത്തിൽ വിശ്വാസമുണ്ടോ PC ജോർജിന്? അവരുടെ രാഷ്ട്രീയത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്ത് ആ ചോദ്യത്തിൽ അർത്ഥമില്ല. എന്താണെന്ന് ചോദിച്ചാൽ BJP രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്, അവരില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സാംസ്കാരിക സാഹചര്യത്തിൽ അവർക്ക് വളരാനുള്ള സാധ്യത വിരളമാണ്. അതില്ലെങ്കിൽ ഇത് എന്നുള്ളൊരു ഓപ്ഷൻ PC ജോർജിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായി. അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ചിന്ത മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ഒരു സംശയം വേണ്ട. ഞാൻ കാരണം അതല്ലാതെ വേറെ ചിന്തയ്ക്ക് എന്താ പ്രസക്തി? എൻ്റെ മനസ്സിൽ കേരളത്തിൽ അങ്ങനെ പ്രസക്തി ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണ്. എന്താണ് ഇനി? അതായത് എന്തായാലും സെക്യുലറിനെ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ ഒരു ഘടന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരിക എന്നുള്ളതാണ്. 4-5 മാസം PC ജോർജ് ഫ്രീ ആണ്. ഈ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഫ്രീ ടൈമിൽ പൂഞ്ഞാർ നിയമവെള്ളത്തിലെ മുഴുവൻ കോളനികളും ഒന്ന് പോകാൻ പോകും. എനിക്കിപ്പോൾ സാധാരണ ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലായിടത്തും ഒരു ഓട്ടോ കൊടുത്തു, ഓട്ടപ്രദർശനം നടത്തി. ഉൾപ്രദേശങ്ങളിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 5 മാസം കൊണ്ട് എല്ലാ മേഖലയിലും ഒന്ന് പോകാൻ, ജനങ്ങളുടെ വേദന എന്താണെന്നൊക്കെ കാണാൻ, അതാണ് നമ്മളെ സ്ഫുടം ചെയ്യുന്നത്. കേരളത്തിലൊരു യാത്ര നടത്തുന്നുണ്ടോ? അതാണൊരു കേരളത്തിൽ യാത്ര നടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ. അതായത് കാസർഗോഡും തിരുവനന്തപുരം വരെ ഒരു യാത്ര, ഒരു രഥയാത്ര. അത് ഉദ്ദേശം. സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഇപ്പോൾ ഇത്രയും മണ്ഡലത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വേണമെങ്കിൽ ഞാൻ ജയിച്ച് കാണിച്ചു തരാം എന്നൊരു വെല്ലുവിളി കൂടിയുണ്ടോ? ഞാൻ വെല്ലുവിളിയില്ലോ. തെരഞ്ഞെടുപ്പ് സംഘത്ത് വെല്ലുവിളിക്കുന്ന മാതിരി ജനങ്ങളെ വെല്ലുവിളിക്കാൻ ഞാനില്ല. ജനങ്ങളെ വിശ്വാസം എടുത്തോണ്ട് മുന്നോട്ട് പോകണം. ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയാൽ ജയിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് അർത്ഥമില്ല. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അഹങ്കാരമല്ലേ. എനിക്ക് അഹങ്കാരം ഒട്ടുമില്ല. അങ്ങനെപ്പറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്ത് പാഠമാണ് PC ജോർജ് പഠിച്ചത്? ഒരു വലിയ നിരനിരയായിട്ടുള്ള സ്റ്റെപ്സ്, അതിനകത്ത് പടപടേന്ന് പറഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് PC ജോർജിനെ കാണും. എന്താണ് ഇതിൽ നിന്ന് പഠിച്ചത്? എനിക്ക് ഈ വീഴുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരിക്കാം. ഞാൻ എവിടെ വീഴാനാ? എന്നെ ആർക്ക് വീഴിക്കാൻ പറ്റും? ദൈവം തമ്പുരാനല്ലാതെ. ദൈവം തമ്പുരാൻ എൻ്റെ കൂട്ടത്തിലുള്ളിടത്തോളം കാലം പൂഞ്ഞാലിലെ ജനങ്ങളും എല്ലായിടത്തോളം എൻ്റെ കൂടെയുണ്ട്. അവിടെ എന്നെ വീഴിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞാൻ പറയാൻ ശേഷം ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണ്. നിങ്ങൾക്ക് അറിയത്തില്ല, പറഞ്ഞുതരാം. ഈരാറ്റുപേട്ടക്കാരൻ്റെ സംസ്കാരം ഒരു പ്രത്യേക സംസ്കാരമാണ്. അവനങ്ങനെ തോറ്റു ഓടുന്നവനല്ല. പേട്ടയുടെ ഞങ്ങളുടെ ഒരു സംസ്കാരമാണ്. പക്ഷേ PC ജോർജ് കേരള കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞപ്പം ഉടനെ അതിൻ്റെ ഭരണഘടനയായിട്ട് പോയി ഒരു നിയമ നടപടിക്ക് ശ്രമിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഒരു ഭരണഘടനയായിട്ട് പോയി ശ്രമിച്ചു. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതൊക്കെ എന്തിനാണെന്നറിയാമോ? ഇതൊക്കെ ഈ ഇരിക്കുന്ന ആളുകളെ നിയമം പഠിപ്പിക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, ആൻറ്റി ഡിഫെക്ഷൻ ബില്ല് എന്നൊരു ബില്ല് ഇപ്പോഴല്ലല്ലോ, രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ ബില്ലല്ലേ? ഒന്ന് ആലോചിച്ച്. ഇതുവരെ കേരളത്തിൽ അത് ചർച്ച ചെയ്തോ? അതിൽ ഭേദഗതി ബാലകൃഷ്ണനെ ഡിസ്ക്വാളിഫൈ ചെയ്ത് പോയിട്ട് പോലും ഇത് ആരെങ്കിലും ചർച്ച ചെയ്തോ?
ഇപ്പോൾ എൻ്റെതായപ്പോൾ ചർച്ചയായില്ലേ, നികേഷ് ചർച്ചയായില്ലേ, ജനങ്ങൾ ചർച്ചയായില്ലേ, ജനങ്ങൾ കാണുന്നില്ലേ? ആ നിയമമൊന്നും ജനം പഠിക്കട്ടെന്ന്, ജനങ്ങളെ ബോധവാന്മാരാക്കണം. ജനാധിപത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞെങ്കിലേ ഗുണം കിട്ടും. അത് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു അധ്യാപകൻ്റെ മാർക്കും കൂടെ എനിക്ക് ജനം തരും, അത് കേരളത്തിലെ ജനങ്ങളും തരും. അല്ലെ ആരെയും ഇതൊക്കെ പഠിക്കാറുണ്ടോ? ഇന്നിത് ചർച്ചയാകുന്നു, വിസ്താരം നടക്കുന്നു, അതിനകത്ത് സ്പീക്കർ കാണിക്കുന്നത്, അത് മാണി പറയുന്നത്, ഉമ്മൻചാണ്ടി കാണിക്കുന്നത്, സുധീരൻ വെറും കൂലിത്തല്ലുകാരനായി ഇപ്പോൾ എനിക്ക് നാണം തോന്നി. സുധീരനെ മനപ്പുറം വിസ്തരിച്ചേ ഞാൻ അദ്ദേഹത്തിന് വായുന്നതെന്ന് വീഴട്ടെന്ന് വിചാരിച്ച്. കൂലിത്തല്ല അങ്ങനെ നടത്തിയത്. മാണിക്ക് വേണ്ടി കൂലിത്തല്ല് നടത്തുന്ന ഒരു മൂന്നാം കട രാഷ്ട്രീയക്കാരനായി KPCC പ്രസിഡന്റ് മാറി എന്നത് എന്തൊരു അപമാനകരമാണ്. കേരള കോൺഗ്രസ് ഭരണഘടന അദ്ദേഹമാണ് പ്രഖ്യാപിക്കുന്നത്. KPCCയുടെ ഭരണഘടന എങ്ങനെയൊന്നും പ്രഖ്യാപിച്ചല്ലേ കേരള കോൺഗ്രസ് ഭരണഘടന. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു 2015 മെയ് മാസത്തെ എനിക്ക് കത്ത് തന്നിരിക്കുക വിവരാവകാശ പ്രകാരം കേരള കോൺഗ്രസ് ഭരണഘടന ഇല്ലെന്ന്. സുധീരൻ പറയാം ഭരണഘടന ഉണ്ടെന്ന്. അതിന് ആ നടപടി അനുസരിച്ച് തന്നെ ആ ഭരണഘടന എന്നെ ഉടനെ തൂക്കാൻ വിധിക്കണം. ഒരു വിഷമവുമില്ല താങ്കളെ സംബന്ധിച്ചിടത്തോളം? ഒരു വിഷമം. ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആർജവത്തോടു കൂടി മുന്നോട്ട് പോട്ടെ. വളരെ നന്ദി. എല്ലാ ഭാവങ്ങളും. താങ്ക് യു. ക്ലോസ് എൻകൗണ്ടറിൽ